ഈ ഗോത്രത്തെ പ്രപഞ്ചത്തിനെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഈ ഗോത്രത്തിലെ അംഗമാണ്, ആ ഗോത്രത്തിലെ ഒരു അംഗമാണ് താനും എന്ന ഓരോ മനുഷ്യൻ്റെയും ആ വിചാരത്തെ അക്കിത്തം പല മട്ടിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സുപരിചിതമല്ലെങ്കിൽ പോലും ചിലതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ മഹാകവികളെയെല്ലാം നമ്മൾ വിലവയ്ക്കുന്ന അവരുടെ ഏതെങ്കിലും രണ്ട് വരികൾ കാണാപ്പടം പഠിച്ചുകൊണ്ടാണ്. അക്കിത്തം എന്ന് പറഞ്ഞാൽ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നുള്ള ഈരടിയിൽ നമ്മൾ ഒതുക്കും. അതാണ് അക്കിത്തം എന്നാണ് നമ്മളുടെ ധാരണ. ആ പറഞ്ഞ ആ വരികളെയാകട്ടെ അതിൻ്റെ വിപരീതാർത്ഥത്തിലാണ് പാവപ്പെട്ട മലയാളി മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. എന്തെങ്കിലും അധമത്വം കാണുമ്പോൾ, ഇരുട്ട് കാണുമ്പോൾ ഇതാണ് രസം എന്നാണ് മഹാകവി അക്കിത്തം പറഞ്ഞതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അത് ഉദ്ധരിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ എത്രയെത്ര വരികളിൽ, എത്രയെത്ര കവിതകളിൽ ഒരു മലയാളം ഭാഷാധ്യാപകനായിരുന്ന കുറച്ചു കാലം പിന്നീട് ഒരു പത്രത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരനായി തുടരുന്നു എന്നുള്ള നിലകളിൽ ഞാൻ പരിചയിച്ചിട്ടുള്ള എത്രയെങ്കിലും കവികളുടെ കൂട്ടത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ദീപനാളം കണക്ക് അദ്ദേഹം എരിഞ്ഞു നിന്നിരുന്നു. മരണശേഷവും എരിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിനോടുള്ള ഒരു അഞ്ജലി കൂടിയാണ് നമ്മൾ ഈ ചടങ്ങ് ഈ ദിവസത്തിൽ, അദ്ദേഹത്തിൻ്റെ 99ാം പിറന്നാൾ ദിവസത്തിൽ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പിറന്നാൾ ആഘോഷത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചത്. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ എന്ന് പറഞ്ഞപ്പോൾ ആ ഗോത്ര സ്വഭാവം പൂർണ്ണമായി. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ എന്ന് എഴുതിയത് അക്കിത്തമാണ്. ഒരു കണ്ണീർ കണം നിനക്കായി പൊഴിക്കവേ, മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കിയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാകുന്നു നിത്യനിർമ്മല പൗർണമി എന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു മുദ്രയായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഏത് കവിയുടെയും ഏത് സാഹിത്യകാരൻ്റെയും എഴുത്തിൻ്റെ മുദ്രയായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഒരു വ്യക്തി 5 അടിയോ 6 അടിയോ മാക്സിമം ഉയരമുള്ള 70 കിലോ 80 കിലോ മാത്രം ഭാരം വരുത്താവുന്ന ഒരു ചെറിയ ശരീരത്തിനുള്ളിൽ നിന്നുകൊണ്ട് പൊഴിക്കുന്ന ഒരു കണ്ണീർ കണം, ഒരു പുഞ്ചിരി പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഭാസുരതയെ, വേദനയെ, വിഷാദങ്ങളെയെല്ലാം ഒപ്പം ആവഹിക്കുന്നു എന്നുള്ളതാണ് എഴുത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള സർഗാത്മകതയാണ് അക്ഷരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അക്ഷരത്തിൻ്റെ വഴിയെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് തുറന്നു നോക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അത് കഥയും കവിതയും ഉണ്ട് എന്ന് പ്രിയപ്പെട്ട അശോകൻ പറഞ്ഞു. അത് എന്തുമാകട്ടെ, സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞാൽ നമ്മൾ എഴുത്തുകൊണ്ട് നിർവഹിക്കുന്നത് വേദനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മൾ കൂടി അണിചേരുന്ന ഒരു പടയിൽ ആർജവത്തോടെ പോരാടാൻ ഉറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് മാനിഷാദ പാടിയ കവി ആദ്യകാവ്യം എഴുതിയപ്പോൾ അതിനകത്ത് ആ ചോദ്യം തന്നെ അത്ഭുതാവഹമായിട്ടുള്ള കാര്യമാണ്. നാരദൻ, ഋഷികവിയായിട്ടുള്ള നാരദൻ വാത്മീകിയെ സന്ദർശിക്കുന്ന വേളയിൽ ലോകം മുഴുവൻ കണ്ടവനായിട്ടുള്ള ആ ഋഷികവിയോട് കാട്ടാളനിൽ നിന്ന് പരിവർത്തനം ചെയ്ത് മനുഷ്യ ഋഷിയായിട്ടുള്ള വാത്മീകി ചോദിക്കുന്നു, കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാമായണ കഥ തന്നെ നമ്മുടെ ആദ്യ കാവ്യം ആരംഭിക്കുന്നത്. ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി നോക്കിയാൽ നമ്മുടെ നിരൂപകർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത മറ്റൊരു ധ്വനി കാണാം. കോനസ്മിൻ സാമ്പ്രതം ലോകെ, ആരാണ് ഈ ലോകത്തിൽ ഗുണവാൻ കശ്ച വീര്യവാൻ, ഗുണം ഉള്ളവനും വീര്യമുള്ളവനുമായിട്ടുള്ള ഒരാൾ ആരാണ് എന്നാണ് ചോദ്യം. അവിടെ വീര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് അധികാരമാണ് വീര്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അൾട്ടിമേറ്റ് റസലിൻ്റെ പുസ്തകം പവർ എന്ന് പറയുന്ന പുസ്തകത്തെ ഓർത്ത് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്യന്തികമായ ഇച്ഛ അധികാരം സമ്പാദിക്കാനാണ്, പണമല്ല. പണമോ സൗന്ദര്യമോ ആരോഗ്യമൊന്നുമല്ല, അധികാരം സമ്പാദിക്കുവാനുള്ള ഇച്ഛയാണ് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇച്ഛ. അങ്ങനെ വീര്യവാനായിട്ടുള്ള ഒരാൾ ഗുണവാനായി കൂടി തുടരുന്ന എന്തെങ്കിലും നില
ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് അങ്ങ് കണ്ടിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കോനസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ. ഗുണവാന്മാരെ നമ്മൾ ധാരാളം കാണുന്നു, വീര്യവാന്മാരെയും നമ്മൾ ലോകത്തെമ്പാടും കാണുന്നു. പക്ഷേ വീര്യം കൈവശം വന്നിട്ടും ഗുണം നഷ്ടപ്പെടാത്തൊരു മനുഷ്യനെ ലോകം മുഴുവൻ സഞ്ചരിച്ച അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കാട്ടാളനിൽ നിന്ന് മഹർഷിയായി മാറിയ ഒരാൾ ദേവർഷിയോട് ചോദിക്കുന്ന സവിശേഷമായ സന്ദർഭമാണ് രാമായണത്തിൻ്റെ ആരംഭം എന്ന് ഞാൻ കരുതുന്നു. അതിനുത്തരം പരദൂഷണപ്രിയനായിട്ടുള്ള നുണപ്രിയനായിട്ടുള്ള ഒരു ദേവർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങ് ദൂരെ ദശരഥൻ്റെ മകനായിട്ടുള്ള ദാശരഥിയായിട്ടുള്ള രാമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം നീ പറയുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാകാൻ യോഗ്യതയുള്ള ഒരു പേരാണ്. എങ്കിൽ ആ കഥ പറയൂ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കഥയിൽ പക്ഷെ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കാണുന്നു. ഗുണവാനായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ഒരു രാമനെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത, തൻ്റെ നേരമ്മയല്ല തൻ്റെ മറ്റൊരു പോറ്റമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി 14 വർഷം കാട്ടിൽ വരെ അധികാരം ഉപേക്ഷിച്ചല്ല, രണ്ടാമത് വായിക്കുമ്പോൾ വച്ചു നീട്ടിയ അധികാരം വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. തനിക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ട മുടി, കിരീടം വേണ്ടെന്ന് വെച്ച് പോകാൻ തയ്യാറായ ആളാണ്. തൻ്റെ ധർമ്മപത്നിയെ ഒരു രാക്ഷസരാജൻ കട്ടുകൊണ്ടുപോയപ്പോൾ കുരങ്ങുകളെ വരെ കൂട്ടിച്ചെന്ന് യുദ്ധം ചെയ്ത് തൻ്റെ പത്നിയെ തിരിച്ചു പിടിച്ച മഹാനാണ്. അങ്ങനെ ഗുണവാനായ രാമൻ്റെ കഥ പറയുന്നു. എന്നാൽ എപ്പോഴാണ് രാമൻ വീര്യവാനായത് എന്ന് ആ കഥ പറഞ്ഞു തരുന്നു. അത് വാത്മീകി പൂർണ്ണമായിട്ട് എഴുതി ഇന്ത്യയിലെ പല രാമായണങ്ങളും അത് ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ സീതയെ വീണ്ടെടുക്കലും അധികാരത്തിലെത്തലും വരെയുള്ള കഥയായിട്ട് ഒതുക്കിയെങ്കിലും ഉത്തരരാമായണം എന്ന് പറയുന്ന വാത്മീകി പൂർത്തിയാക്കിയ കഥയിൽ ബാക്കി പറയുന്ന വീര്യം കരഗതമായ രാമൻ മറ്റൊരു രാമനാണ്. അതുകൊണ്ടാണ് രാമായണം എന്ന പേര് തന്നെ വന്നത്. അതുവരെയും സൂര്യൻ്റെ ഉത്തരായനവും ദക്ഷിണായനവും മാത്രമാണ് 2 അയനങ്ങൾ, ഇന്ത്യക്കാർക്ക് പരിചിതമായിട്ടുള്ള 2 സഞ്ചാര പഥങ്ങൾ. സൂര്യൻ്റെ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്ന 2 അയനങ്ങളാണ്. എന്നാൽ സൂര്യവംശജനായിട്ടുള്ള രാമൻ്റെ 2 അയനങ്ങൾ പരിചയപ്പെടുത്തുന്ന കഥയാണ് ആയതുകൊണ്ട് മാത്രമാണ് രാമായണം എന്ന പേര് അദ്ദേഹം നൽകിയത്. അതേതാണ് 2 അയനങ്ങൾ? അധികാരം കൈവശപ്പെടുത്തുന്നതുവരെയുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമൻ അധികാരം കൈവശം വന്നപ്പോൾ തീയിൽ ചാടി ചാരിത്രം തെളിയിച്ച ധർമ്മപത്നിയെപ്പോലും കാട്ടിൽ ഉപേക്ഷിക്കാൻ, അധികാരം നിലനിർത്തുവാൻ വേണ്ടി കാട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറായ അധികാരിയായ ഒരു രാമൻ്റെ കഥ. അതാണ് ഉത്തരരാമായണം എന്ന് പറയും. ഈ 2 അയനങ്ങളെ പരിചയപ്പെടുത്തുക വഴി ഗുണവാൻ കശ്ചവീര്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അവതാരമായാൽ പോലും സാധ്യമല്ല എന്നുള്ള പ്രാഥമികമായ പാഠം ഇന്ത്യക്കാർക്ക് മുഴുവനുമായിട്ട് പറഞ്ഞു തരികയായിരുന്നു പഴയ രത്നാകരൻ, പുതിയ മഹർഷിയായി മാറിയ വാത്മീകി. അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. നമ്മുടെ മലയാള ഭാഷ കൽപ്പന എന്നൊരു കൊച്ചു വാക്കുകൊണ്ട് ഈ 2 ഭാഗങ്ങളെ സമ്യക്കായിട്ട് എതിർ ശബ്ദങ്ങൾ അല്ലാതാക്കിയിട്ടുണ്ട്. കൽപ്പന എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ കൽപ്പന എന്നൊരു അധികാരിയുടെ തീട്ടൂരം, ഡിക്രി എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിലും മലയാള ഭാഷയിൽ കൽപ്പന എന്ന് പറഞ്ഞാൽ കവി കൽപ്പന കൂടിയാണ്. സർഗാത്മകമായി സങ്കല്പിക്കുവാൻ, ഭാവന ചെയ്യുവാൻ, സർഗാത്മകത പുണരുവാനുള്ള മനുഷ്യൻ്റെ ശേഷിയുടെ പേരാണ് കൽപ്പന എന്ന വാക്ക് മലയാളത്തിൽ. അപ്പോൾ കൽപ്പന എന്ന വാക്കിൽ അധികാരിയുടെ കൽപ്പനയും സർഗാത്മകനായ വ്യക്തിയുടെ കൽപ്പനയും സമശീർഷതയോടെ നിൽക്കുന്ന അത്ഭുതം നമ്മുടെ ഭാഷ അതിൻ്റെ ഉദയം മുതൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് പുളകോത്മകാരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആലോചിക്കുമ്പോൾ തന്നെ പുളകോത്മകാരിയാണ്. ഈ സഹജമായ കൽപ്പനാ വൈഭവത്തെ അധികാരത്തിനെതിരെ എങ്ങനെയാണ് എതിരെ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എതിരെ എന്നുള്ള അർത്ഥത്തിലല്ല, അധികാരം കുമാർഗങ്ങളിൽ ഓടുമ്പോഴെല്ലാം അവിടെയായിട്ട് എഴുന്നേറ്റ് നിന്ന് അത് അധർമ്മമാണ് എന്ന് പറയുവാനുള്ള ധൈര്യത്തിൻ്റെ പേര് കൂടിയാണ് സർഗാത്മകത എന്ന് പുതുതായി എഴുതിയെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്ന് ഞാൻ കരുതുന്നു. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നൊക്കെ പറയുന്ന ഗീതയിലെ ആ പ്രധാനപ്പെട്ട ശ്ലോകം, എവിടെയെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ
അവിടെയെല്ലാം ഞാൻ അവതരിക്കുന്നു എന്നുള്ളത് കൃഷ്ണന്റെ വചനം മാത്രമല്ല, കൃഷ്ണദ്വൈപായനന്റെ വചനം കൂടിയാണ്, വ്യാസന്റെ വാക്ക് കൂടിയാണ്. കവിയാണ് അത് എഴുതുന്നത്. നമ്മൾ വെളിച്ചം ദുഃഖമാണ് എഴുത്ത് അംസല്ല സുഖപ്രദം എന്ന് ഐഫനിട്ട് അക്കിത്തം എന്നെഴുതുന്നത് പോലെ എവിടെ അധർമ്മം അപകടത്തിൽപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ അവതരിക്കുന്നു ഹൈഫൻ വ്യാസൻ എന്നെഴുതാവുന്നതാണ്. കാരണം വ്യാസന്റെ എഴുത്തുകാരൻ്റെ വാക്കുകളാണ്. എവിടെ അധർമ്മം ഉടലെടുക്കുന്നു അവിടെയെല്ലാം ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യുവാനായി ഞാൻ അവതരിക്കുന്നു എന്നെഴുതിയതൊരു കവിയാണ്. കൃഷ്ണന്റെ വാക്കുകൾ കൂടിയാണെങ്കിലും അവിടെ ആ കാർഷ്ണ്യം, കൃഷ്ണ ശബ്ദം കൃഷ്ണനും കൃഷ്ണദ്വൈപായനും ഒരേപോലെ പ്രയുക്തമാണ് എന്നുകൂടി പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കഥയിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ എഴുത്തിൽ ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബോധത്തെ ആത്യന്തികമായി നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുവാനുള്ള ഒരു പ്രതിജ്ഞ കൂടി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത് എന്ന് ഞാൻ കരുതുന്നു. ഈ നിലവിളക്ക് ഭക്തിയുടെ മാത്രമല്ല, വെളിച്ചത്തിൻ്റെ കൂടി പ്രതീകമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എഴുത്തുകാരൻ അങ്ങനെ ധർമ്മത്തിൻ്റെ, നീതിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മഹാനായ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു തൻ്റെ ഒരു സംഘം സ്ഥാപിച്ചപ്പോൾ അതിന് ധർമ്മ പരിപാലന യോഗം എന്ന് പേരിട്ടത്. ധർമ്മം എന്നുള്ള വാക്ക് നമ്മുടെ ഭാഷയിൽ നിന്ന് അന്യം നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടി ധാർമ്മികത മനുഷ്യൻ്റെ, കവിയുടെ മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയുടെയും അടിസ്ഥാനമായിട്ടുള്ളൊരു ആശയമാണ് എന്ന തോന്നൽ ഭാഷയിൽ നിലനിൽക്കുവാൻ വേണ്ടി കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ധർമ്മം എന്നുള്ള വാക്ക് രണ്ടിടത്ത് നമ്മൾ കാണുന്നുള്ളൂ. ഒന്ന് ധർമാശുപത്രി, ഗവൺമെൻറ് ആശുപത്രി. ഇപ്പോൾ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് മലയാളം ഉപയോഗിക്കാനുള്ള മടുപ്പ് കൊണ്ടാണെന്ന് അറിയില്ല, ധർമാശുപത്രി എന്ന് പറയുന്നില്ല. പക്ഷേ ധർമ്മക്കാരൻ എന്ന് പറയുന്നുണ്ട്. ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ധർമ്മം ഏറ്റുവാങ്ങുന്നവൻ എന്നുള്ള അർത്ഥമല്ല ഉപയോഗിക്കുന്നത്. ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് കോലം കെട്ട് കൈനീട്ടി നടക്കുന്ന ഒരു യാചകന്റെ രൂപം മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. തബല വായിക്കുന്നവനാണ് തബലക്കാരൻ, അല്ലേ? പ്രസംഗം നടത്തുന്നതാണ് പ്രസംഗകൻ എന്നതുപോലെ ധർമ്മം ചെയ്യുന്നവനായിരുന്നു ധർമ്മക്കാരനാകേണ്ടത്. പക്ഷേ എവിടെയോ ധർമ്മം കൈനീട്ടി വാങ്ങുന്നവൻ്റെ പേരാണ് മലയാളം ധർമ്മക്കാരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഭാഷയിൽ നിന്ന് ധർമ്മ ശബ്ദത്തിന് ശോഷണമോ പൂർണ്ണമായിട്ടുള്ള ഇല്ലായ്മയോ സംഭവിച്ച ഒരു കാലത്തിൻ്റെ തുടക്കത്തിലാണ് കവി കൂടിയായിട്ടുള്ള ഒരു വലിയ ഗുരുനാഥൻ ധർമ്മം എന്ന ശബ്ദത്തിന് ഒരു സമുദായത്തിൻ്റെ അല്ല, ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ കൂടി ഉള്ളൊരു സംഘടനയ്ക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളന്ന് പലപ്പോഴും അത് ഈഴവരുടെ സംഘടനയാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ മന്നത്ത് പത്മനാഭൻ അതിൻ്റെ SNDPയുടെ ആദ്യത്തെ 14ാമത്തെ മറ്റോ അംഗമായിട്ട് പേര് ചേർത്ത ആളാണെന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിക്കും. അപ്പം അന്ന് അതൊരു സാമൂഹ്യ സംഘടനയായിട്ടല്ല രൂപം കൊണ്ടത്. മനുഷ്യരുടെ വലിയ മനുഷ്യത്വത്തെ, മാനവികതയെ സ്വപ്നം കാണുന്ന ഒരു പുതിയ സംഘത്തെ അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആലുവയിൽ വെച്ച്, എൻ്റെ ജന്മനാടായിട്ടുള്ള ആലുവയിൽ വെച്ചിട്ട് ഒരു സർവ്വമത സമ്മേളനം 1925 അദ്ദേഹം വിളിച്ചു ചേർത്തപ്പോൾ അതിൻ്റെ ആപ്തവാക്യമായിട്ട്, അതിൻ്റെ ലോഗോ, അതിൻ്റെ പ്രവേശന കവാടത്തിൽ അതിൻ്റെ ആപ്തവാക്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആണ് എന്ന് പറഞ്ഞത് ഈ ധാർമ്മികതയെ ഊന്നിക്കൊണ്ടാണ്. കാരണം വാദിക്കുകയും ജയിക്കുകയും എന്ന് പറയുന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും മേഖലയാണ്. അതിൻ്റെ കാലം വന്നു കഴിഞ്ഞുവെന്ന് ആ ഗുരുവര്യന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. നീതിയും ന്യായവും, നമ്മുടെ കോടതികൾ നിങ്ങൾക്കറിയാം നീതിന്യായ കോടതികളാണ്, സത്യധർമ്മ കോടതികളല്ല. ധർമ്മ കോടതികളും സത്യകോടതികളും ഇന്നില്ല. നീതിയുടെയും ന്യായത്തിൻ്റെയും കോടതികൾ, നീതിയും ന്യായവുമാകട്ടെ വാദിക്കുകയും പണം കൊടുപ്പിച്ച് വാദിപ്പിക്കുകയും ജയിക്കുകയും ചെയ്യാവുന്ന ഒരിടമാണ്. അതിന് മനുഷ്യ മനസ്സാക്ഷി എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെതുമായ കോടതിയുമായിട്ട് പുലബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര കൊലപാതകവും എത്രയോ ഏത് പാതകം ചെയ്ത ആൾക്കും എളുപ്പത്തിൽ തടിയൂരാവുന്ന ഒന്നാണ് നീതിന്യായ കോടതികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരാറേ. അതുകൊണ്ട് അവർ MDMA ഉപയോഗിക്കുന്നു, കത്തിയെടുത്ത് സഹപാഠി ആക്രമിക്കുന്നു, അച്ഛനും അമ്മയും കൊല്ലുന്നു. അവർ ധൈര്യത്തോടെ വാട്സപ്പിൽ പറയുന്നു നമ്മൾ കുട്ടികളാണ്ടാ നമുക്ക് ഇളവ് കിട്ടും എന്ന് പറയുന്നു. അവരെ സത്യവും ധർമ്മവും ബാധിക്കുന്നതില്ല. നീതിന്യായം, നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ ധൈര്യമായിട്ട് പരാതി കൊടുത്തോളൂ എന്ന് അവർക്ക് അദൃശ്യമായിട്ട് നമ്മുടെ സമൂഹം ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കും അറിയാം നീതിന്യായം എന്ന് പറയുന്നത് മറ്റൊരു തരം ഇടപാടാണ്. അതിന് തെളിവോ തെളിവിൻ്റെ അഭാവമോ കൊണ്ട് മാറ്റിമറിക്കാവുന്ന ഒരിടമാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. എന്നാൽ സത്യവും ധർമ്മവും അതല്ല. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഇടങ്ങളിലാണ്
ഒരു ഋഷി എന്നതുപോലെ ഒരു എഴുത്തുകാരനും പ്രവർത്തിക്കേണ്ടത് എന്നുള്ള പ്രാഥമികമായ ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഒരു ചെറിയ കഥ, അധികം നേരം സംസാരിക്കുന്നില്ല. 50 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുക എന്നുള്ളൊരു ഭാര്യ ഉത്തരവാദിത്വം എനിക്കുള്ളതുകൊണ്ട് അധികം അത് ഏത് വാക്കിനേക്കാളും കനപ്പെട്ട ഒന്നായതുകൊണ്ട് ഞാനൊരു ചെറിയ കഥ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരബ്ധ സർഗാത്മകർ എന്ന് പറയാവുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ എന്നേക്കാളൊക്കെ വലിയ എഴുത്തുകാരിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. എന്നാലും സച്ചിദാനന്ദൻ മാഷിനോളം വലിയ എഴുത്തുകാരൻ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു മുൻവിധിയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മാതൃഭൂമി വാരാന്ത പതിപ്പിൻ്റെ പത്രാധിപരായിരിക്കുന്ന കാലത്ത് ലോക കഥാമത്സരത്തിൽ സമ്മാനം കിട്ടിയ ഒരു ചെറിയ കഥ വിവർത്തനം ചെയ്ത് എസ് ഐ കുർസി എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിനെ കൊണ്ട് വിവർത്തനം ചെയ്യിപ്പിച്ച് കൊടുക്കുകയുണ്ടായി. അത് ഫ്രഞ്ചിലെ വാക്കുകളുടെ മ്യൂസിയം എന്ന അർത്ഥമുള്ള ഒരു സംഘടന എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു കഥാമത്സരത്തിൽ സമ്മാനം കിട്ടിയ കഥയാണ്. അത് നിങ്ങളുടെ കഥയും കവിതയും എഴുതുന്നവരോടൊന്ന് പറഞ്ഞത്, ആ മത്സരത്തിൻ്റെ ഒരു നിബന്ധന കഥയ്ക്ക് 10 വാചകങ്ങളെ പാടുള്ളൂ എന്നുള്ളതാണ്. 10 വാചകങ്ങൾ എഴുതപ്പെടുന്ന ഒരു ഗദ്യം കഥയുമാകും കവിതയുമാകാം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നേരത്തെ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ നീതിയുമായിട്ടുള്ള സമരസപ്പെടലും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ടും എങ്ങനെയാണ് മുദ്രാവാക്യ പ്രോജ്വലമാകാതെ മുഷ്ടി ചുട്ടുന്നത് പോലെയല്ലാതെ മാനുഷികതയിൽ നിന്നുകൊണ്ട് ഒരു എഴുത്തുകാരൻ നിർവഹിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അർമാൻഡോ മക്കിയ എന്നു പേരുള്ള ഒരു അർജന്റീനക്കാരൻ 25 വയസ്സുകാരൻ പയ്യനാണ് ആ മത്സരത്തിൽ 25 ലക്ഷം രൂപ പ്രതിഫലമുള്ള, ഇന്ത്യൻ മണി 25 ലക്ഷം രൂപ പ്രതിഫലമുള്ള സമ്മാനം നേടിയത്. അങ്ങനെ പത്രവാർത്ത എവിടെയോ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ ചെന്നതാണ്. 25 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരത്തിന് തുകയാണ്. JCB പുരസ്കാരമാണത്. നമ്മുടെ ജ്ഞാനപീഠമൊക്കെ അതിലും താഴെയാണ് പുരസ്കാര തുകയുടെ കാര്യത്തിൽ. അപ്പോൾ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് തൻ്റെ ആദ്യത്തെ കൊച്ചു കഥയെ, അതും 10 വാചകത്തിൽ താഴെയുള്ള ഒരു കഥയ്ക്ക് 25 ലക്ഷം രൂപ കിട്ടി എന്നുള്ളതിൻ്റെ വിസ്മയം തീർക്കാനാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കഥ ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിച്ചു. അത് 10 വാചകമായി നിങ്ങളോട് പറയാം. എങ്ങനെയാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള ആഹ്വാനം. 25 ലക്ഷം രൂപ വരെ പുരസ്കാരം കിട്ടുന്ന ഒരു മത്സരത്തിൽ അതിൻ്റെ ജൂറികളുടെ മനസ്സിൽ കയറി പറ്റുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ, ഒരു പക്ഷേ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഇത് കൂടെ നടക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേട്ടക്കാരൻ, ഷൂട്ടർ എന്നാണ് ആ കഥയുടെ, വേട്ടക്കാരനല്ല, വൺ ഹു ഷൂട്ട്സ്, വെടിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. വെടിക്കാരൻ എന്നാണ് ആ കഥയുടെ ഹെഡിങ്, വെടിവെക്കുന്നവൻ എന്നാണ് ഹെഡിങ്. ആ കഥ ഞാൻ പറയാം. 10 വാചകങ്ങളുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് സദയം കേട്ടിരിക്കാൻ ക്ഷമയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെടിക്കാരൻ അർമാൻഡോ മക്കിയ. അയാൾ ദിവസവും ജോലിക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ഷെൽട്ടറിൽ, ബസ് സ്റ്റോപ്പിൽ എതിരെയുള്ള 14 നില കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്ന് അയാളെ നോക്കി കൈമുദ്രകൾ, വിരൽ മുദ്രകൾ തോക്കുപോലെ ചൂണ്ടി ഠോ എന്ന് ശബ്ദിക്കുന്ന ഒരു കുട്ടിയെ കാണാറുണ്ട്. ഒരാൾ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും നിൽക്കുമ്പോൾ എതിരെയുള്ള കെട്ടിടത്തിൻ്റെ മീതെ നിന്ന് ബാൽക്കണിയിൽ വന്നിരുന്ന ഒരു 4 വയസ്സുള്ള ആൺകുട്ടി അയാളെ നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഠോ എന്ന് ശബ്ദിക്കും. അത്രയേ ഉള്ളൂ. ഒരു വാചകം കഴിഞ്ഞു. ആ വാചകത്തിന് ഏതാണ്ട് 2 ലക്ഷം രൂപ പ്രതിഫലമായി കഴിഞ്ഞു. ഇതിനകത്ത് എന്താണ് ഇത്ര പ്രതിഫലം കിട്ടാനുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും. നിസ്സാരമായൊരു വാചകമാണ്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എഴുതാവുന്നൊരു വാചകമാണ്. കുറച്ച് ദിവസങ്ങൾ അവൻ ഈ കളി തുടർന്നപ്പോൾ അവൻ്റെ ആദ്യത്തെ വെടിശബ്ദം തന്നെ തൻ്റെ നെഞ്ചിൽ കൊണ്ടതുപോലെ അഭിനയിച്ച് അയാൾ തൻ്റെ വലം കൈ മാറോട് ചേർക്കുകയും വെടികൊണ്ടതുപോലെ പിടയുകയും അയ്യോ എന്നൊരു ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. കുഞ്ഞ് അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തതായി അയാൾക്ക് മനസ്സിലായി. പോകെ പോകെ അതൊരു നിത്യലീലയായി തീർന്നു. എല്ലാ ദിവസവും ഈ കളി നടക്കും. ഇയാൾ വന്ന് നിൽക്കുമ്പോൾ ബസ് കിട്ടുന്നതിന് മുമ്പ് തോന്നു വയ്ക്കും, ഇയാൾ വെടികൊണ്ട് പെടയും, അവൻ ചിരിക്കും. ദിവസങ്ങൾ പോകെ ഈ കളിയിൽ തനിക്ക് കൂടി പങ്കാളിയാവണമല്ലോ എന്ന് കരുതി ഇത്തവണ അവൻ ബാൽക്കണിയിൽ വന്നപ്പോൾ അയാൾ തൻ്റെ ഉരത്ത കൈവിരലുകൾ റിവോൾവറായി മുദ്ര പിടിച്ച് കുഞ്ഞിന് നേരെ ചൂണ്ടുകയും ഠോ എന്ന് ശബ്ദിക്കുകയും ചെയ്തു. ആ കളിയിൽ അവൻ ആനന്ദിക്കും എന്നാണ് അയാൾ കരുതിയതെങ്കിലും അടുത്ത ക്ഷണം
14-ാം നിലയുടെ ബാൽക്കണിയിൽ നിന്ന് ഒരു ആർത്തനാദത്തോടെ കുഞ്ഞ് താഴെ തെരുവിലേക്ക് വീണു. അയാൾ അങ്ങോട്ട് ഓടിച്ചെന്ന് രക്തത്തിൻ്റെ ഒരു ചെറിയ ചുവന്ന വൃത്തത്തിനുള്ളിൽ പിടഞ്ഞ് അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങിയ കുഞ്ഞിനോട് ഇടറുന്ന തൊണ്ടയോടെ ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, ഇന്നലെ വരെ നീ മാമനോട് കാണിച്ച ആ കളി തന്നെയല്ലേ ഞാൻ നിന്നോടും കാണിച്ചത് എന്ന് ചോദിച്ചു. ഇപ്പോൾ 6 വാചകമായിട്ടുള്ളൂ. 10 വാചകം വരെ എഴുതാൻ അനുവാദം ഉണ്ടായി. 7ാമത്തെ വാചകത്തിൽ കഥ കഴിയും. അപ്പോൾ പക്ഷിക്കുഞ്ഞിനെ പോലെ വിറയ്ക്കുന്ന തൻ്റെ നേർത്ത തൊണ്ടയിലൂടെ അവൻ ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ, പക്ഷേ ഇന്നലെ വരെ ഞാൻ താങ്കൾക്ക് നേരെ വെടിവെച്ചത് കൊല്ലാനായിരുന്നില്ലല്ലോ. അത്രയേ ഉള്ളൂ കഥ. ഇതിലെന്താണ് ഇത്ര നീതിയുടെ ശബ്ദം? ഇതിലെന്താണ് ഇത്ര 25 ലക്ഷത്തിൻ്റെ മൂല്യം എന്ന് ചോദിക്കുന്നവർ ആ കഥയിലൂടെ ഒന്നുകൂടി പോയാൽ ആ വെടി കൊണ്ടത് നമ്മുടെ നെഞ്ചത്താണ് എന്ന് മനസ്സിലാകും. നിങ്ങൾ പുരുഷൻ എന്ന നിലയ്ക്ക്, മുതിർന്നവൻ എന്ന നിലയ്ക്ക്, പണക്കാരൻ എന്ന നിലയ്ക്ക്, സവർണൻ എന്ന നിലയ്ക്ക്, അധികാരി എന്ന നിലയ്ക്ക്, ആണ് എന്ന നിലയ്ക്കെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് മുതിർന്ന ഉരത്ത ഒരാൾ ആണ് എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സ്ത്രീയോട്, കുഞ്ഞിനോട്, പ്രകൃതിയോട്, പാർശ്വവൽക്കൃതനോട്, ദളിതനോട്, അവർണനോട്, ആദിവാസിയോട് ചൂണ്ടുന്ന ഒരു കൈവിരൽ മുദ്ര പോലും ഒരു തോക്കുപോലെ പൊട്ടും. ആ വെടിയുണ്ട ഏൽക്കും, അവൻ പെടഞ്ഞ് മരിക്കും നിങ്ങളുടെ മുമ്പിൽ എന്നാണ് ആ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു 7 വരി കഥയാണ്. അത് ഉണർത്തുന്ന ധാർമ്മികമായിട്ടുള്ള, ഒരിക്കൽ കൂടി പറയട്ടെ, നീതിയേക്കാൾ ധാർമ്മികമായിട്ടുള്ള ബോധ്യം വളരെ വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും സഹോദരങ്ങളും സഹോദരിമാരും, അതിൻ്റെ പൊരുൾ 25 ലക്ഷത്തിലും ഒതുങ്ങാത്ത അതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എഴുതി തുടങ്ങുന്നവർക്കായി അക്കീത്തം എഴുതിയ ഒരു കവിത 4 വരി വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. വിടരാതിരിക്കില്ല എന്നാണ് ആ കവിതയുടെ പേര്. അതിനകത്ത് 10 വരിയുണ്ട്. ഞാൻ എൻ്റെ കുറച്ച് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഓർത്തു വയ്ക്കാൻ വേണ്ടി വായിക്കാം. ഇതിൽ കവിയാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന, എഴുത്തുകാരനാവണമെങ്കിൽ തിരുത്തി വായിക്കാൻ നിങ്ങൾ മനസ്സ് വയ്ക്കണം. കാരണം പഴയ കാലത്ത് കവി ആണ് എഴുത്തുകാരൻ. ഋഷി കവി ഋഷിഹി കില ദർശനാഥ് എന്ന് പറയുന്ന അങ്ങനെ എഴുത്തുകാരനെ പറ്റി മാത്രമാണ്. കവിയാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ, കവിയാവണമെന്ന് മോഹിക്കാതിരിക്കണം. പലപ്പോഴും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതോടുകൂടി ഞാൻ മഹാ എഴുത്തുകാരന്മാരുടെ പട്ടികയിലേക്ക് അക്കാദമിയിലൂടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നാം. കവിയാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ, കവിയാവണമെന്ന് മോഹിക്കാതിരിക്കണം. പിന്നെ കരളിൽ സ്ഥലകാല ക്ഷീരസാഗരത്തിലെ കളഹംസത്തെ പോലെ വിഹരിച്ച് എഴുതണം. പുറത്തേക്ക് ഭാവിച്ച് നടക്കുന്നതിന് പകരം കരളിൽ സ്ഥലകാല ക്ഷീരസാഗരത്തിൽ, സ്ഥലവും കാലവും ചേർന്നുണ്ടാക്കുന്ന ഈ പാൽക്കടലിൽ കളഹംസത്തെ പോലെ വിഹരിച്ച് എഴുതണം. വിഹരതി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരുപാട് അർത്ഥം നമ്മൾ കേൾക്കുന്ന വെറുതെ വിഹാരം മാത്രം. വിഹരിച്ച് എഴുതണം. പിന്നെ എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. തൂശിപ്പഴുതിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ. എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. നിങ്ങൾ ഒരുപാട് വട്ടം ഈ 50 പുസ്തകം തിരുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതിക്കഴിഞ്ഞതും തിരുത്തിയിടണം. തൂശിപ്പഴുതിൽ, സൂചിയുടെ ദ്വാരത്തിൽ നൂലോടിക്കും വിരലിൻ ക്ഷമയോടെ. അതിലേക്ക് നൂല് കയറ്റുന്ന ആ ഏകാഗ്രതയോടെ അതിനെ വീണ്ടും വീണ്ടും പണിത്തരം മികവുറ്റതാക്കാൻ ശ്രമിക്കണം. എന്നെക്കൊണ്ട് ഇതിലേറെ നന്നാക്കാൻ കഴിയുകയില്ലെന്ന് വന്നാലേ നെറ്റി വിയർപ്പ് തുടയ്ക്കാവൂ. അങ്ങനെ ഇരുന്ന് വേർക്കണം. ഇതിലും മികച്ചതാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വരുമ്പോൾ മാത്രമേ നിങ്ങൾ അത്രയും നേരം ക്ലേശിച്ചതിൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടയ്ക്കാവൂ എന്നാണ് ഇന്ന് പിറന്നാൾ ഉള്ള 100ാം പിറന്നാളിലേക്ക് കടക്കുന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു വലിയ കവി നിങ്ങൾക്ക് ഈ 50 പേർക്കുമായി തന്ന നിർദ്ദേശം അത് നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.